മൊത്തം കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ 97% പുറത്തു നിന്നാണ് മാനുഫാക്ചർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള നല്ല മദ്യം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ കർഷകർക്കും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ്. ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം. പോയ വാരവും ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരുന്നു. പോയ വാരത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ N.A. മുഹമ്മദ് കുട്ടി. നമസ്കാരം സർ. നമസ്കാരം. ഇവിടെ ബ്രൂവറി വിഷയം വീണ്ടും സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. യാതൊരു കാരണവശാലും ബ്രൂവറിയിൽ പിന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ബ്രൂവറിയിൽ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് അവർ സ്ട്രോങ് ആയി നിൽക്കണം എന്നാണ്. പക്ഷേ പ്രശ്നം അതല്ല. ബ്രൂവറി കൊണ്ടുവരുന്നത് വഴി ആ 2 പഞ്ചായത്തുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ള സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി കേരളത്തിലേക്ക്, ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആണെങ്കിലും കേരളത്തിന് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റുള്ളോ ഉണ്ടാക്കാത്ത ഏത് ഇൻഡസ്ട്രി കൊണ്ടുവരികയാണെങ്കിലും അതിൽ ഒന്നടങ്കം കേരളത്തിലെ എല്ലാ ജനങ്ങളും അതിനെ വെൽക്കം ചെയ്യണം. മറ്റൊന്നുമല്ല, കേരളമൊന്നുമല്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇതാണ്. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും വരുമാനമാർഗം കൂട്ടുന്നതിനും ഇൻഡസ്ട്രി ഒന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾ അതിന് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ അത്യാവശ്യം. അതില്ലാതെ ഏത് ഇൻഡസ്ട്രി ഒന്നല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ മൊത്തം കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ 97% പുറത്തു നിന്നാണ് മാനുഫാക്ചർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കർണാടകയോ മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള ആന്ധ്ര പോലെയുള്ള ആ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്, നമുക്കില്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുൻകാലങ്ങളിൽ പഞ്ചാബായിരുന്നു ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തിരുന്നത്. ഇന്നത് കേരളമാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും അധികം ലിക്കർ കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റായിട്ട് മാറി. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഈ പല ആചാരങ്ങളുടെയും ഭാഗമായിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? ആചാരങ്ങളുടെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ ഇതിലാണെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വീഞ്ഞ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള പലതും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ള നിലയ്ക്ക് പറ്റില്ല. മാത്രമല്ല, ഈ സർക്കാർ വരുന്ന കാലത്ത് പറഞ്ഞെന്താ, ഇവിടെ മദ്യത്തിൻ്റെ ഇത് കുറയ്ക്കാം, പക്ഷേ നിരോധിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് തിരിയും, അതായത് കഞ്ചാവ് ബാക്കിലേക്ക് തിരിയുമെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ എന്നാൽ അതിന് കുറവ് വന്നിട്ടില്ല, അത് കൂടുകയും ചെയ്തു. ഇപ്പുറത്ത് മദ്യത്തിൻ്റെത് ഉപയോഗം കൂടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്യം ഇവിടെ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് വിദേശിക്ക് കയറ്റി അയക്കുന്നുണ്ട്. മൊത്തം കയറ്റി അയക്കുന്നതിൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 3% മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. നമ്മുടെ കോൺട്രിബ്യൂഷനിൽ കുറവാണ്. അപ്പോൾ വിദേശ നാണ്യം ലഭിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഇവിടെ ഇനിയും 10-12 ബ്രൂവറീസ് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കൃഷി ഇവിടെ വളരെ പ്രശ്നങ്ങളിലാണ്. ഇപ്പോൾ പൈനാപ്പിൾ, അതിൽ കാഷ്യൂ, അതിൽ മുന്തിരി, ഗ്രേപ്സ്, ഇതിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള നല്ല മദ്യം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ കർഷകർക്കും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ്. നല്ല വിലയും കിട്ടും, ഡിമാൻഡ് വരാണല്ലോ. ഇന്നിപ്പോൾ പൈനാപ്പിൾ പോലും ചില സീസണിൽ ആർക്കും വേണ്ട റോട്ടിലിട്ടിട്ട് നിസ്സാര വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് ഇവിടെ ഒരു വരുമാന മാർഗ്ഗം വരും. ഞാൻ പറഞ്ഞത്, ഇൻഡസ്ട്രി പറയുന്ന ബ്രൂവറി ഇവിടെ കൂടുതൽ ബ്രൂവറികളെ കൊണ്ടുവരണം. പക്ഷേ അതിനെന്ത് ചെയ്യണം? വെള്ളത്തിൻ്റെ പ്രശ്നം പാടില്ല. അതിന് ഞാൻ മറ്റൊരു കാര്യം കൂടി എടുക്കാം. അതായത് കേരളം എന്ന് പറഞ്ഞാൽ 6 മാസത്തോളം മഴ ലഭിക്കുന്ന, പലപ്പോഴായിട്ട് മഴ ലഭിക്കുന്ന സംസ്ഥാനം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷേ ആ വെള്ളമെല്ലാം മഴയോടുകൂടി ഒലിച്ചു പോവാണ്. നമുക്കിതുവരെ തടയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്ലഡ് ഉണ്ടാവാനുള്ള കാരണം പറയുന്നത് ചെളിയും മണലും അടഞ്ഞുകൂടി പുഴയിൽ സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അതിന് ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ തോമസ് ഐസക്ക് ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. ഇതിൻ്റെ പിന്നിൽ ചില ലോബികളുണ്ട്. അതായത് പാറമട നടത്തുന്ന ആളുകളാണ് ഈ മണൽ വരുന്നതിനെതിരെ നിൽക്കുന്നത്. അവർ എംസാൻഡ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ആശയം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ കേരള യാത്ര അടുത്ത് മുഖ്യമന്ത്രി നടത്തിയല്ലോ, നവകേരള യാത്ര. അതിൻ്റെ ചിലവുകൾ ചോദിച്ചിട്ട് പല തഹസിൽദാറിനും കൊടുത്തിട്ടില്ല. അതിന് ഫണ്ട് ഇതെല്ലാം ഈ പാറമടയിൽ നിന്നുള്ള ആളുകളാണ്
എന്നുവെച്ചാൽ അവർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തുന്നത് ഈ കോറിയുടെ വ്യവസായത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. കോറി ഒരു സമയം നിർത്തലാക്കി പിന്നീട് അത് വീണ്ടും തുടങ്ങാൻ കാരണം വിഴിഞ്ഞത്ത് കല്ല് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ റോഡിന് മെറ്റൽ കിട്ടുക എന്നുള്ളതാണ്. തീർച്ചയായും കൺസ്ട്രക്ഷൻ ആവശ്യമാണ്, അത് തടയാൻ പറ്റില്ല. പക്ഷേ സർക്കാരിൻ്റെ സ്വത്താണ് ഈ പറയുന്ന ഇന്ന് പാറമടകളായിട്ട് ഉപയോഗിക്കുന്നത്. ലീസിനടുത്ത് ഇതാണ്, അല്ലെ ആരുടെയും സ്വന്തം ഭൂമിയല്ല. പണ്ട് സ്വന്തം ഭൂമിയിൽ നിന്നാണ് കോറി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ സ്ഥലങ്ങളില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥലം ലീസിനെടുത്തുണ്ട്. സർക്കാർ എത്ര ലീസ് കിട്ടുന്നുണ്ട്? സർക്കാർ നഷ്ടമാണുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായി ഈ ഒരു പാറമടകളുടെ ഇതിനു വേണ്ടി നിന്നുകൊണ്ട് മണൽ വാരൽ നിർത്തിയത് തെറ്റാണ്. ആ മണൽ വാരണം പഞ്ചായത്തുകൾക്ക് വരുമാനം ഉണ്ടാവും. അതിന് കമ്മിറ്റികൾ, മോണിറ്ററിംഗ് കമ്മിറ്റികൾ ജില്ലാ അടിസ്ഥാനത്തിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പഞ്ചായത്തിന് വരുമാനം ഉണ്ടാവും. ഈ പുഴകളിൽ തീർച്ചയായിട്ടും ഈ അടിഞ്ഞോളം ചെളിയൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ വെള്ളം കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇടയ്ക്കുള്ള ചെക്ക് ഡാമുകൾ കെട്ടിക്കൊണ്ട് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. 44 നദികൾ ഒഴുകി വരുന്നു എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് കേരളത്തിലുടനീളം ഇത്തരം നദികളുള്ളപ്പോൾ ഇവിടെ കുടിവെള്ള ക്ഷാമമുണ്ട്? മാത്രമല്ല ആ മണൽ ഉപയോഗിച്ചുകൊണ്ട്, ആ മണലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരണം പഞ്ചായത്തുകൾ. ആ പൈസ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ള പദ്ധതിയിലും അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം തീരാണ്. ഇവിടെ മറ്റൊരു കച്ചവടം നടക്കുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളും ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. അഴിമതി നടക്കുന്നുണ്ട് ഇതിൽ, മനസ്സിലാവും. ഇന്ന് എല്ലാ സ്ഥലവും നിങ്ങൾ നോക്കിക്കോളൂ, ടാങ്കർ ലോറികളിലാണ് വെള്ളം എത്തിക്കുന്നത്. അതായത് ഇത്രയും പുഴകളും ബാക്കിയൊക്കെ ഉണ്ടായി നമുക്കെല്ലാം പദ്ധതികളില്ല. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അതിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിർത്താം ഈ വിഷയത്തിൽ. ഇപ്പോൾ ചിമ്മിനി ഡാമിനെ കുറിച്ച് പണ്ടൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ചിമ്മിനി ഡാം ആമ്പല്ലൂരിൽ നിന്ന് 40-45 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന ആ വെള്ളം ഈ പുതുക്കാട് ആമ്പല്ലൂർ എത്തുന്നവരെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവിടെ ഈ പറയുന്ന റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിലൂടെയാണ് വരുന്നത്. ഈ വെള്ളം അവിടെ ഉപയോഗിക്കുന്നില്ല. ഒരു 45 കിലോമീറ്ററോളം ദൂരം ആ വെള്ളം വേസ്റ്റായിട്ട് വരികയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഇലപ്പുള്ളിൽ തന്നെ വെക്കണം എന്നുള്ളത് എന്താ നിർബന്ധമുള്ളത്? വേണമെങ്കിൽ ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് സ്ഥാപിച്ചാൽ അവിടെ മറ്റുള്ള ആളുകൾക്ക് പ്രശ്നം വരുന്നില്ല. ഈ ഒഴുകിപ്പോയി കടലിൽ പോകുന്ന വെള്ളത്തിന് ഉപയോഗിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 44 എത്ര നമുക്ക് ഡാമുകൾ കണ്ട് 30ഓളം ഡാമുകളാണെന്ന് എൻ്റെ അറിവ്, 32 ഡാമുകളോ മറ്റോ ഉണ്ട്. ആ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇതുപോലെ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ കൂടുന്നു, നമുക്ക് വലിയൊരു വരുമാനം ടാക്സ് ഇനത്തിൽ ലഭിക്കുന്നു, എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വിദേശ നാണ്യം വരുന്നു. മാത്രമല്ല വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല. ഇത്തരം വരുമാനങ്ങൾ വരുമ്പോൾ കുടിവെള്ള പദ്ധതികൾ കൃത്യമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. ഇതിലേക്ക് ഗവൺമെൻറ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇലപ്പുള്ളിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ്, നിയോജകമണ്ഡലമാണ് ചിറ്റൂർ. നിയോജകമണ്ഡലത്തിലെ MLA യും മന്ത്രിയുമാണ് കൃഷ്ണൻകുട്ടി. ഇവിടെ CPI പോലും പദ്ധതിയിൽ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോഴും മന്ത്രി, കർഷകൻ കൂടിയായ മന്ത്രി പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, കൃഷ്ണൻകുട്ടിക്ക് മറിച്ചൊന്നും പറയാനില്ല. കൃഷ്ണൻകുട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ ഒരു CPMൻ്റെ ഔദാര്യം കൊണ്ടാണ്. കാരണം JDS ഓൾറെഡി അപ്പുറത്ത് BJPയുമായിട്ടുള്ള NDAയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു വലിയൊരു കൃഷ്ണൻകുട്ടി കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല 11 ഘടകകക്ഷികളുള്ളൊരു LDFൽ CPM ഒഴിച്ച് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാനുള്ള ഇതില്ല ഒറ്റയ്ക്ക് മത്സരിച്ചാൽ. അപ്പോൾ അങ്ങനത്തെ കക്ഷികളുടെ പ്രശ്നങ്ങളാണിത്. എന്തു ചെയ്യും അവർ? വല്യേട്ടനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ അടിമകൾ റെഡിയാണെന്ന് പറയുന്നതിലേക്ക് എത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കർഷകൻ കൂടിയായ ഒരു കൃഷ്ണൻകുട്ടി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതിനെപ്പറ്റി ശരിയായിട്ടുള്ള പഠിച്ചതിന് ശേഷം മാത്രം നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയേണ്ടവർ. ഇവിടെയാണ് ചില പ്രശ്നങ്ങളുള്ളത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ സോഷ്യലിസ്റ്റ് ആയാലും അല്ലെ ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടികളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവരൊക്കെ. ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പോരാടി അത് നിലനിർത്തി പോകുന്ന ആളാണ്. ഇന്ന് അവരെവിടെ എത്തിയിരിക്കുന്നു? അവരുടെ അവസ്ഥ എന്താ? അവരൊക്കെ ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനിലെ ഒരു പാർട്ടിക്കാർക്ക് കിട്ടുന്ന ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കാറും സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയോ ഏത് തെറ്റിനും കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടികളെല്ലാം എത്തിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ വില നമ്മൾ അളക്കേണ്ടത്. ഏത് ലെവലിൽ അവർ നിൽക്കുന്നുള്ളൂ. അത് UDFലും ഉണ്ട്, LDFലും ഉണ്ട്, മനസ്സിലായി, NDAയിലും ഉണ്ട്. അത്തരം പാർട്ടികളിലേക്കാണ് ഞാൻ നോക്കുന്നത്. അതായത് അവരൊക്കെ നമ്മൾ നല്ല നേതാക്കന്മാരായി പറഞ്ഞ ആളുകളിലൊക്കെ ഇന്ന് വളരെ തരം താഴ്ന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.
ഇവിടെ കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ അതിദാരുണമായൊരു സംഭവം വയനാട്ടിൽ നടന്നു. ഒരു സ്ത്രീയെ കടുവ ഭക്ഷിക്കുന്ന സ്ഥിതി വരെ നമ്മൾ കണ്ടു. തുടർച്ചയായി സംസ്ഥാനത്ത് അതിക്രമങ്ങൾ ആവർത്തിച്ചു വരികയാണ്. ഈ വന്യജീവി അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് എങ്ങനെ കാണുന്നു? അല്ല, വിഷയം എന്താണെങ്കിലേ ഇതിന് ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും ഇതുപോലെയുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കള്ളിങ് ചെയ്തുകൊണ്ട് കുറയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പം ഞാൻ ഓർക്കുന്നു, പണ്ട് കാലത്ത് ഈ ആനക്കട്ടിയിൽ ഞാൻ ഒരിക്കൽ പറയുണ്ടായി, അവിടെ മുയലിനെ ഒരു ദിവസം ഒരു മുയലിനെ വെച്ച് വെടിവെക്കാനുള്ളൊരു ഇതുണ്ട്. ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്നതിന് ആ ഒരു സീസൺ കഴിയുമ്പോൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഓരോ ഇതിലുണ്ട്. കേരളത്തിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ കേരളത്തിൻ്റെ ഏതാണ്ട് 30% നമുക്ക് ഫോറസ്റ്റാണ്. അതെ, കേരളം വളരെ ജനസാന്ദ്രതയുള്ളൊരു സ്ഥലം. അതിൽ ഈ ആളുകൾ കുടിയേറി പാർത്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ വനത്തിനോട് ചേർന്നിട്ടുള്ളതാണ്. പണ്ട് കൃഷിക്ക് ബാക്കി കയറ്റ് അവർ ക്ലിയർ ചെയ്തെടുത്ത സ്ഥലങ്ങളും മറ്റുമാണ്. ഇന്ന് ഗവൺമെൻറ് അതൊന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ഥലം കൂടി എടുത്തുകൊണ്ട് ഇത് വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കണക്ക് ആരോ പറഞ്ഞായിട്ടുള്ള എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു ഏതാണ്ട് എത്ര കണ്ട് കടുവകൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഇവിടെ നിൽക്കാൻ കഴിയുന്നു അതിൻ്റെ 10 ഇരട്ടി മൃഗങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും. തമിഴ്നാട് പല സ്ഥലങ്ങളിലും മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇത് കെട്ടിയിട്ടോ വെള്ളം അവിടെ ഇതിട്ടോ, അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെയുള്ള സൗകര്യം നിർത്തിയിട്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അങ്ങനെയുള്ള ചെടികൾ വെച്ച് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വന്യജീവി വകുപ്പാണ്. അവരുടെ ചുമതലയിലാണ്, ഫോറസ്റ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. വനം സംരക്ഷിക്കുക മാത്രമല്ല വന്യജീവികളെയും സംരക്ഷിക്കണം. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ പണ്ട് കിടങ്ങുകൾ ഒഴിക്കുന്നു, ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുന്നു, അല്ല അങ്ങനെയുള്ളതെല്ലാം ചെയ്തുകൊണ്ട് ഇതിനെ തടയേണ്ടത് അനിവാര്യമാണ്. ഇത് അല്ലെങ്കിൽ ഒരു സംശയമെടുത്ത് കൂടിക്കൂടി വരാണ്. 10 കൊല്ലത്തിനുള്ളിൽ 8 കടുവകളുടെ മാത്രമാണ് ഇതിൽ ആളുകൾ മരിച്ചിട്ടുള്ളത്. കടുവ ഇതിൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച MLA കൂടി മന്ത്രി കൂടിയായ കേളുവിനെ ഇന്നലെ അവിടെ തടയുന്ന സ്ഥിതി ഉണ്ടായി. ശശീന്ദ്രനും സമാനമായ പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു. ഇവിടെ കടുവയും വന്യമൃഗങ്ങളും ഇറക്കുന്നതിന് പൂർണ്ണമായും സർക്കാരിനെ കുറ്റം പറയുക എന്നതിനപ്പുറത്തേക്ക് ഭരണരംഗത്തു നിന്നും ഒരു പരാജയം ഇതിനെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്നില്ലേ? അല്ല, ഇതിന് ബേസിക് ഒറ്റ കാര്യമുള്ളൂ. സർക്കാരിന് നിവൃത്തില്ല. സർക്കാർ തുറന്ന് പറഞ്ഞാൽ മതി. ഏത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഇന്ന അവസ്ഥയിലാണ്, നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പണ്ട് മലപ്പുറത്തുണ്ട് എന്തിനാ വാപ്പ എന്നെ തല്ലുന്നു, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ മതി. അത് തുറന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളാണ്, ഒരു ഇതുമില്ല, നമുക്ക് യോജിച്ച് എങ്ങനെ വേണം. പക്ഷേ സർക്കാർ ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. എല്ലാവരും വിളിച്ചു കൂട്ടി സൊല്യൂഷൻ എന്താണെന്നുള്ളത്, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ സൊല്യൂഷൻ ഉണ്ട്. അതിലേക്ക് സർക്കാരോ വനം വകുപ്പോ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ജനങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ മന്ത്രിയോ MLA ഒക്കെ തടയുന്നതിൽ അവരുടെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും അതുകൊണ്ടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പണിമുടക്ക് സംസ്ഥാനത്ത് നടന്നിരുന്നു. പണിമുടക്കിൽ CITU അല്ലെങ്കിൽ CPM-ൻ്റെ സർവീസ് സംഘടന ഒഴികെയുള്ള സംഘടനകളെല്ലാം പങ്കെടുക്കുന്നു. CPI-യുടെ ജോയിൻറ്റ് കൗൺസിൽ വരെ പങ്കെടുക്കുന്നു. നിയമസഭയിൽ അത് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ CPI അംഗങ്ങളും ഞങ്ങൾക്കൊപ്പം സഭ ബഹിഷ്കരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എങ്ങനെയാണ് ആ പണിമുടക്കിനെ അങ്ങ് നോക്കിക്കാണുന്നത്? അതിൽ ഇവിടെ പണിമുടക്ക് തീർച്ചയായും അവരുടെ DA വർദ്ധിപ്പിച്ചതും അതുപോലത്തെ പലപ്പോഴും ലഭിക്കേണ്ട പലതും ലഭിക്കാതെ, മാത്രമല്ല ഇനി അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്താൽ പോലും ഈ പൈസ കിട്ടുന്നുള്ളതിന് യാതൊരു ഇതുമില്ല. പെൻഷൻ പോലും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ലയിപ്പിക്കുക എന്നുള്ളതല്ലാതെ അത് തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അവരുടെയും, കാരണം ജീവിത സൂചിക ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിട്ടാണല്ലോ DAയുടെ വർധനയും ബാക്കിയെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ജീവിതം സുഖമാക്കണമെങ്കിൽ ഇത്തരത്തിൽ വേണം. അതില്ലെങ്കിൽ ഈ കൈക്കൂലി ബാക്കിയുള്ളത് കൂടുള്ളൂ. ഇത് കിട്ടാത്തതുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കണം എന്നല്ല, പക്ഷേ അവർക്ക് പറയാനുള്ള ഒരു ഇതാണല്ലോ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയിൽ എങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പിന്നെ എങ്ങനെ കൊടുന്നിരുന്നാലും വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ കൂടി അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ സർക്കാർ കൃത്യമായിട്ട് സർക്കാർ ചെയ്യേണ്ടത്, ആവശ്യത്തിലധികം ഇന്ന് ആളുകളുണ്ടെങ്കിൽ അവരെ പുനർവിന്യസിക്കണം. ഇപ്പോൾ ഒട്ടനവധി ടീച്ചേഴ്സിനൊക്കെ പല സ്ഥലത്തും സീറ്റിൽ ബാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പുതിയ അപ്പോയിൻമെൻറ്റ് തൽക്കാലം നിർത്തുക.
എന്നിട്ട് അവർ പുനർവിന്യസിക്കുക, നമ്മളൊരു ഇതിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവും? ഈ അവർക്ക് അവിടെ മാത്രമല്ല, ഇപ്പോൾ KSEB പോലുള്ള ഇതിലൊക്കെ വലിയ ഉയർന്ന ശമ്പളം കൊടുക്കുന്നു. അതിനെ നിയന്ത്രിക്കുക, സർക്കാരാണുള്ളത് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടും. പിന്നെ അതേപോലെ തന്നെ PSC പോലത്തുള്ള അധികം നിയമങ്ങൾ, ഈ സ്റ്റാഫിൻ്റെ ഈ MLA-മാർക്ക് ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അതിനെല്ലാം കുറച്ചുകൊണ്ട് ആ പെൻഷനുകളെല്ലാം നമുക്ക് ലാഭിക്കാൻ പറ്റും. വകുപ്പുകൾ കുറയ്ക്കുക. എന്തിനാ 21 മന്ത്രിമാർ കേരളത്തിൽ? ഒരാവശ്യമില്ല. 12 വകുപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഞങ്ങളൊരിക്കലും സർവേ നടത്തിയിട്ടുള്ളതാണ് കൃത്യമായിട്ട്. അപ്പോൾ അത്തരത്തിൽ സ്വയം സർക്കാർ തന്നെ എന്താണ്, പട്ടി ഉണ്ടാകുമ്പോൾ ഒന്ന് വയറ് മുറുക്കി കെട്ടുക എന്ന് പറയില്ലേ, അതിലേക്ക് എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് സർക്കാർ വന്നാൽ, ബോധ്യപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും പറ്റും. ഇതല്ല, സർക്കാർ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ഞങ്ങളെ മാത്രം പട്ടിണിക്കിടുന്നത് എന്തിനാന്നുള്ള ചോദ്യം അവിടെ വരുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു പക്ഷേ നിലമ്പൂർ മണ്ഡല ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമായിരിക്കും. അപ്പം നിലമ്പൂരിൽ താൻ മത്സരിക്കാനില്ല എന്ന് അൻവർ പറയുന്നതോടൊപ്പം തന്നെ അൻവർ കോൺഗ്രസിനുള്ളിലേക്കൊരു പടക്കം കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. അതിനെ അങ്ങൊരു കൗശലമായിട്ടാണോ കാണുന്നത്? അതിനെ എങ്ങനെയാണ് കാണുന്നത്? അൻവർ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്, ഒരു സംശയമില്ല. മനസ്സിലായി? പക്ഷേ ചില കാര്യങ്ങൾ ഒരു പെട്ടെന്ന് ധൃതിപ്പെട്ട് അനാവശ്യത്തിൽ പറയുന്നതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ കൃത്യമായി തന്നെയാണ് ഓടുന്ന മെഷീനിൽ ഒരു സ്പാനർ ഇട്ടിട്ടുള്ളതാണ്. അത് എവിടെയെങ്കിലും തട്ടിമുട്ടി നീട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മെഷീൻ നിൽക്കും. അപ്പോൾ പ്രശ്നം കണ്ടുപിടിച്ച് എടുക്കാനുള്ള ഒരു ഇത് വരുമല്ലോ, അതിന് ഒരു ചെറിയ ആണിയായിട്ടാണ്, സ്പാനർ മുഴുവൻ അല്ലെങ്കിൽ ചെറിയ ആണിയായിട്ടാണ് പുള്ളി ഇട്ടിട്ടുള്ളത്. അതായത് അൻവറിന് മത്സരിക്കാൻ പറ്റുന്നൊരു സീറ്റ് അത് തന്നെയാണ്. മാത്രമല്ല സത്യത്തിൽ കോൺഗ്രസ്സിനും നിർത്താൻ പറ്റുന്ന അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ഇന്ന് അൻവർ തന്നെയാണ്, വിജയം ഉറപ്പാക്കാൻ. പിന്നെ ജോയിയുടെ പേര് പറഞ്ഞ് മറ്റാളല്ല എന്ന് പറയുന്നത് അവർ തമ്മിലുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് അവിടെ വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആ പ്രശ്നമുണ്ടാകുമ്പോൾ അവസാനം എന്താവും? അൻവറിന് സ്ഥാനാർത്ഥിയായിട്ട് വരാം. ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ പല കൗശലം കാര്യം കണ്ടിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് ഈ സമയത്ത് അനവസരത്തിൽ ഒരു എൻട്രി ഒരു സമയത്ത് ഇങ്ങനൊരു ഇത് വെച്ചുകൊണ്ട് അൻവർ പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കനകൊലു കേരളത്തിലെ സർവേ നടത്തിയപ്പോൾ കോൺഗ്രസിന് അത് 6 മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൻ്റെ ഒരു നിരീക്ഷണമാണ് പുള്ളി നടത്തിയത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊരിഞ്ഞടിയായിരുന്നു. പാർട്ടി അറിയാതെ സതീശൻ 63 മണ്ഡലങ്ങളിൽ സർവേ നടത്തിയെന്നാണ് പറയുന്നത്. KPC പ്രസിഡന്റ് മാറില്ല എന്നുള്ള തർക്കങ്ങൾ. ശരിക്കും ഇത് 1.5 വർഷം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു സംഘടനയുടെ പക്വതയിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നാണ് അങ്ങയുടെ നിരീക്ഷണം? കോൺഗ്രസ് ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ദില്ലി തെരഞ്ഞെടുപ്പ് അതിന് ഉദാഹരണമാണ്. ഇപ്പോഴും കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. മനസ്സിലായോ? കൂടെയുള്ളവരെ കൂടെ നിർത്താൻ പറ്റിയിട്ടില്ല. ഇവിടെയും ഇപ്പോൾ മുരളീധരൻ തോറ്റതിൻ്റെ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയൊക്കെ നടത്തിയിട്ടും പരിഹാരം ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. മുരളീധരനാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഒരു ശൈലി ആയതുകൊണ്ട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടും മിണ്ടാണ്ടിരിക്കുന്നതാണ്. ഒരു പ്രശ്നം വേണ്ട, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കേണ്ടി ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട എന്നുള്ള എനിക്കാണ് മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്നുണ്ട്. ആരോഗ്യവാനാണ് K. സുധാകരൻ, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ അദ്ദേഹം ഉൾവലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥികൾ കൂടുതലവിടെ, ഒരു സംശയവും വേണ്ട, എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് കൃത്യമായി ഒരു മാറ്റമുണ്ടാക്കണമെങ്കിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകലാണ് ഇതിലേറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ ഇത് പ്രശ്നത്തിലേക്ക് പോകും. ഇതിൽ സന്തോഷിക്കുന്ന ഇടതുപക്ഷമാണ്. മനസ്സിലാവും, ഒരു സംശയം വേണ്ട. പിന്നെ കോൺഗ്രസ് നശിച്ച് കാണാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്ന് NDA ആണ്, അവർക്കും സന്തോഷമാണ്. അപ്പോൾ അതിൽ പറ്റുന്ന ചേരുവകളൊക്കെ അവരും വിട്ടുകൊടുക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, അതായത് CPM-ൻ്റെ ജില്ലാ സമ്മേളനം തുടങ്ങിയത് പൊരിഞ്ഞ അടിയോടെയായിരുന്നു. പക്ഷെ ഇപ്പം പുരോഗമിക്കുന്ന സമ്മേളനങ്ങളിൽ നിന്നൊന്നും മറ്റു വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അത് വിമത സ്വരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകുമോ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകുമോ, അതോ പാർട്ടിയുടേതായ വിമർശനങ്ങൾ പുറത്തേക്ക് വരേണ്ടെന്നൊരു തീരുമാനം ഉള്ളത് കൊണ്ടായിരിക്കും? ഒന്നല്ല, പല സ്ഥലങ്ങളിലും പാർട്ടി വിട്ട് പലരും പോയി കഴിഞ്ഞു. പലരും മറ്റു പാർട്ടികളിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പലരും ഇത് നന്നാവില്ല കൊണ്ട് ഞാൻ എന്ത് കാര്യമുണ്ട് ഒതുങ്ങി നിൽക്കുക വേണ്ട എന്നതിലേക്ക് മാറുന്നു. മറ്റ് ചിലർ ഒരു പാർട്ടിയോടുള്ള ഒരു സ്നേഹമുണ്ട്, ഇന്നത്തെ നേതൃത്വത്തോടല്ല. അപ്പോൾ ആ പാർട്ടി നശിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം ഇത്ര നാൾ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അവർ മിണ്ടാതിരിക്കുന്നു.
പക്ഷേ ഏതായാലും ഇതെല്ലാം പാർട്ടി ഗുണം ചെയ്യുന്നതിലല്ല, എങ്ങനെ എത്രമാത്രം ഇത് അടിച്ചൊതുക്കാനോ അല്ലെങ്കിൽ ഇതിന് ഏതെല്ലാം നിലയ്ക്ക് സൊല്യൂഷൻ താൽക്കാലികമായിട്ടുണ്ടെങ്കിലും നമ്മൾ അസുഖത്തിന് വരുമ്പോൾ പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയുള്ളൂ, അസുഖം മാറില്ല, അതിന് മരുന്ന് വേറെ വേണം, അത്രേ ഉള്ളത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും വ്യക്തമാക്കുകയായിരുന്നു NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. നന്ദി. ഇനി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.